എക്സലൻ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് വിവിധ തലങ്ങളിൽ സൈക്കോളജിയുടെ പ്രസക്തിയെക്കുറിച്ചാണ്. ഡിസ്കസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി ഇൻ ദ ഫീൽഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ക്രിമിനൽ ആൻഡ് ഫോറൻസിക് എന്ന ചോദ്യം നിരവധി വർഷങ്ങളായി വിവിധ യൂണിവേഴ്സിറ്റികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജനറൽ സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിനാവശ്യമായ ഒരു ഉത്തരം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി ഇൻ എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസത്തിൽ മനഃശാസ്ത്രത്തിൻ്റെ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അധ്യാപന പഠന പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസത്തിൽ സൈക്കോളജി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പഠന വൈകല്യങ്ങളെ തിരിച്ചറിയുന്നതിനും കുട്ടികളിലെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാമൂഹിക കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഫലപ്രദമായ അധ്യാപന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും എഡ്യൂക്കേഷണൽ സൈക്കോളജി അധ്യാപകരെ സഹായിക്കുന്നുണ്ട്. ഒരു നല്ല പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വിദ്യാർത്ഥികളെ പഠനത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും പഠനത്തോടുള്ള സ്നേഹം വളർത്തുന്നതിനും പഠന വൈകല്യങ്ങളെ തിരിച്ചറിയുന്നതിനും കുട്ടികളിലെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാമൂഹികപരമായ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഫലപ്രദമായ അധ്യാപന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും എഡ്യൂക്കേഷണൽ സൈക്കോളജി അധ്യാപകരെ സഹായിക്കുന്നു. മനഃശാസ്ത്ര തത്വങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ വിജയവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അധ്യാപകർക്ക് പിന്തുണ നൽകുന്നതും ഫലപ്രദവുമായ ഒരു പഠന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും എഡ്യൂക്കേഷൻ സൈക്കോളജി ഉപയോഗിക്കുന്നു. അടുത്തതായി നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി ഇൻ സ്പോർട്സ്, അതായത് കായിക രംഗത്ത് മനഃശാസ്ത്രത്തിൻ്റെ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്പോർട്സിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്നതിനും ശാരീരിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത്ലറ്റുകളുടെ മാനസിക ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നതിനും ആത്മവിശ്വാസം, ശ്രദ്ധ, പ്രതിരോധശേഷി തുടങ്ങിയ മാനസിക കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ടെൻഷനും മാനസിക സമ്മർദ്ദവും കുറയ്ക്കുന്നതിനും ആശയവിനിമയം, ഏകീകരണം, കൂട്ടായ പ്രകടനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും സ്പോർട്സിൽ ഐക്യം, ആശയവിനിമയം, കൂട്ടായ പ്രകടനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് മത്സരങ്ങൾക്കായി പരിശീലനം നടത്തുന്നതിനും അതിന് തയ്യാറെടുക്കുന്നതിനും സ്പോർട്സ് സൈക്കോളജി സഹായിക്കുന്നുണ്ട്. മനഃശാസ്ത്ര തത്വങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെ സ്പോർട്സ് അത്ലറ്റുകൾക്ക് അവരുടെ പൂർണ്ണശേഷി കൈവരിക്കുന്നതിന്, പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന്, മാനസികക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്പോർട്സ് സൈക്കോളജി സഹായിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി ഇൻ ഫോറൻസിക്, അതായത് ഫോറൻസിക്കിൽ മനഃശാസ്ത്രത്തിൻ്റെ പ്രയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിയമ നടപടികളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് വിലയിരുത്തുന്നതിനും അവർക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നതിനും പ്രതികൾ, ഇരകൾ അല്ലെങ്കിൽ സാക്ഷികൾ തുടങ്ങിയ നിയമപരമായ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ വിലയിരുത്തുന്നതിനും കോടതി കേസുകളിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൊഴികൾ നൽകുന്നതിനും അജ്ഞാത കുറ്റവാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവരുടെ പ്രൊഫൈലുകൾ വികസിപ്പിക്കുന്നതിനും വ്യക്തികളിൽ വീണ്ടും കുറ്റകൃത്യം ചെയ്യുന്നതിനോ അക്രമാസക്തമായ പെരുമാറ്റത്തിനോ ഉള്ള സാധ്യത വിലയിരുത്തുന്നതിനും ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനും അപകട സാധ്യതകൾ തിരിച്ചറിയാനും കൈകാര്യം ചെയ്യാനും പൊതുജന സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനും കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിനും അത് തടയുന്നതിനും മനഃശാസ്ത്ര തത്വങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെ നിയമത്തിൻ്റെ ഫലപ്രദമായ നടത്തിപ്പിനും കുറ്റകൃത്യ സ്വഭാവം തടയുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും ഫോറൻസിക് സൈക്കോളജി സഹായിക്കുന്നു. നാലാമതായി നമുക്ക് നോക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി ഇൻ ക്രിമിനോളജി, അതായത് ക്രിമിനോളജിയിൽ മനഃശാസ്ത്രത്തിൻ്റെ പ്രയോഗങ്ങൾ എന്തെല്ലാമാണെന്നാണ്.
ക്രിമിനൽ പെരുമാറ്റം മനസ്സിലാക്കുന്നതിനും കുറ്റകൃത്യ സ്വഭാവത്തിൻ്റെ കാരണങ്ങളെയും പരസ്പര ബന്ധങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് കുറ്റവാളികളെ വിലയിരുത്തുകയും അവർക്ക് വേണ്ട ചികിത്സ നൽകുകയും കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും കുറ്റകൃത്യങ്ങളെ കുറയ്ക്കുന്നതിനും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുവാനും കുറ്റവാളിയുള്ള വൈകാരിക പെരുമാറ്റ പ്രവർത്തനങ്ങളെ മനഃശാസ്ത്രപരമായി വിലയിരുത്തുന്നതിനും ഒരു കുറ്റവാളി വീണ്ടും കുറ്റകൃത്യം ചെയ്യുന്നതിനോ അക്രമാസക്തമായ പെരുമാറ്റത്തിനോ ഉള്ള അപകട സാധ്യത വിലയിരുത്തുന്നതിനും ക്രിമിനൽ സൈക്കോളജി ഉപയോഗിക്കുന്നു. മനഃശാസ്ത്ര തത്വങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെ കുറ്റകൃത്യ സ്വഭാവം മനസ്സിലാക്കുന്നതിനും അത് തടയുന്നതിനും ക്രിമിനോളജിക്കൽ സൈക്കോളജി വളരെയധികം സംഭാവനകൾ നൽകുന്നു. പൊതുസുരക്ഷയും പുനരധിവാസവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ശാസ്ത്രശാഖ വളരെയധികം ഉപകരിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റായ വളരെ ഇമ്പോർട്ടൻ്റായ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു. എല്ലാ യൂണിവേഴ്സിറ്റികളിലും സിലബസ് പ്രകാരമുള്ള പോയിൻറ്റ്സുകൾ ഉൾപ്പെടുത്തിയ ഒരു സമഗ്ര നോട്ട്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും അത് പകർത്തിയെഴുതി പഠിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.